ശ്രീമദ് ഭഗവത്ഗീത 10-ാമത്തെ അധ്യായം വിഭൂതി യോഗം. ഇവിടെ വിഭൂതി യോഗത്തിൽ കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞു തരികയാണ്. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്, എന്താണ്? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഈ കൃതയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ ജനിച്ച ആരോ ആണെന്ന് ആണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കൃഷ്ണൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ജനിച്ചവനാണെന്ന് ചിന്തിക്കുന്നവന്മാർ മൂഢന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം കുറച്ചും കൂടി വിസ്തരിച്ചിട്ട് എങ്ങനെയാണ് കൃഷ്ണൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഓരോ യുഗത്തിലും, അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എന്നിട്ട് ഒന്നിലും പറയുകയാണ് കൃഷ്ണൻ, നിന്റെ ഹിതം ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ എനിക്ക് ജ്ഞാനം പകരാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ വീണ്ടും ചില ഉത്കൃഷ്ട വാക്കുകൾ പറയാം, ഉത്കൃഷ്ടമായ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. എൻ്റെ ഉൽപ്പത്തിയെ, അതായത് ഞാനിവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഉണ്ടായത്, എൻ്റെ നിലനിൽപ്പ് എന്താണ്, ഇതിനെ ദേവന്മാരോ മഹർഷിമാരോ അറിയുന്നില്ല. അതായത് ഋഷികൾക്ക് പോലും എൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അറിയില്ല. ഋഷികൾക്കും അറിയില്ല, ദേവന്മാർക്കും അറിയില്ല. ഇപ്പം ദേവതകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവാണ്. അതിൽ പെടുന്നതൊന്നും അല്ല ആര്, കൃഷ്ണൻ. ആ ഉൽപ്പത്തിയെപ്പറ്റി ആർക്കും അറിയൂല്ല. എന്നെ അനാദ്യനായും ആദ്യമുള്ള ഒന്നായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതായത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ എന്തോന്നുണ്ടായിരുന്നു, ആ സംഗതിയാണ് ഞാൻ. അതിന് എന്തുണ്ട്, ജന്മഹീനനാണ്, അത് ഒരിക്കലും ജനിക്കുന്നില്ല. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ ഇവിടെ എന്തോന്നുണ്ടായിരുന്നോ അത് ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ട്, അവർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രപഞ്ചം ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയിൽ ഏതിൽ നിന്നുണ്ടായെന്ന് അവർ നോക്കിയപ്പോഴാണ് പിന്നെ അന്തപ്പെട്ടിട്ട് അവർ മതിയാക്കിയത്. അപ്പം ഇത്ര മാത്രമേ ധരിക്കാൻ പറ്റൂ, ആദ്യം ഒരു സംഗതി ഉണ്ടായിരുന്നു അവിടെ, അതിൽ സംശയമൊന്നും വേണ്ട. ആ സംഗതിയാണ് ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ട് മാറിയത്. പക്ഷെ അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാക്കേണ്ടിക്ക് എന്തൊക്കെ അളക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതായിരിക്കണം, കേൾക്കാൻ പറ്റണം, തൊട്ട് നോക്കാൻ പറ്റണം, അല്ലെങ്കിൽ രുചിച്ചു നോക്കാൻ പറ്റണം. ഇതൊന്നും ഇല്ലാത്ത സാധനത്തെ, അങ്ങനെയുള്ള ഒന്നോ ഒരു സ്വഭാവവും ഇല്ലാത്ത ഒരു സംഗതിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായെങ്കിൽ അതിനെ നോക്കാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എന്തോന്നും ഉണ്ടായിരുന്നു അവിടെ, അത് ജനിച്ചിട്ടുമില്ല. നമ്മളെല്ലാം ഇപ്പം മതം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിടിച്ചു കിടക്കുന്ന അതിങ്ങ് വന്നു, ജനിച്ചു, നമ്മൾ ഒരു ആൾക്കാരെ കുറച്ചാളെ കൈമലെടുത്തു, മറ്റേ വിഭാഗത്തെ അടിച്ച് തകർത്തു, ഇങ്ങനെയെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ജനിച്ചിട്ടുമില്ല. അതിന് ഋഷികൾക്കും മനസ്സിലായിട്ടില്ല, വേദങ്ങൾ പറയുന്ന ഋഷികൾക്ക് പോലും മനസ്സിലായില്ല, ഈ പ്രപഞ്ചത്തിലുള്ള ദേവതകൾക്ക് പോലും മനസ്സിലായിട്ടില്ല. അത് അല്പം നാലേ എന്തോന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല എന്നുള്ള വ്യക്തമാണ്. ആ രൂപവും ഭാവവും ഇല്ലാതെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ എന്തൊക്കെ ഉപകരണങ്ങൾ കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ആദ്യം ഒരു സംഗതി ഉണ്ട്, അതിന് രൂപവും ഭാവവും ഇല്ല, അതിന് ഒരു ഗുണവും ഇല്ല. ഗുണമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഗുണവും ഇല്ല, ഒരു കാര്യത്തിലും തടിയിടാത്ത സംഗതിയാണത്. അങ്ങനെയുള്ളൊരു സംഗതിയെ ഋഷികൾക്കോ ദേവന്മാർക്കോ ഒന്നും മനസ്സിലായിട്ടില്ല. അവർ ആദ്യത്തിലുണ്ടായ ഒരു വസ്തുവായിട്ട് അതിനെ പറയുന്നു. വസ്തു എന്നൊന്നും പറയാൻ പറ്റില്ല, ആദ്യം എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു, ആ സംഗതിയായിട്ട് അവർ അതിനെ കാണുന്നു. അത് ഒരിക്കലും ജനിച്ചവനല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ജനിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് കാണുന്നത്? കൃഷ്ണൻ എങ്ങനെ ജനിച്ചതെന്ന് വിചാരിക്കുന്ന വല്ലവരും വിചാരിക്കുന്നില്ല, അത് മൂഢന്മാരാണ്. സർവേശ്വരന, അതാണ് എല്ലാത്തിൻ്റെയും അല്ല. അവർക്ക് മഹർഷിമാരും അറിയുന്നില്ല, അവർക്ക് ഞാൻ ആദ്യം ഉണ്ടായവനാണ്. എന്നിട്ട് 3 പറയുന്നു, എന്നെ അനാദ്യനായും ആദ്യമുണ്ടായവനായും ജന്മഹീനനായും സർവേശ്വരനായും അറിയുന്നവർ അജ്ഞാനരഹിതരായി
എല്ലാ പാപവും നശിച്ച് മുക്തനായിത്തീരും. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അവരുടെ അജ്ഞാനം നശിക്കും. എന്നിട്ട് അവരെന്താവും? എല്ലാ പാപത്തിൽ നിന്നും മുക്തനായിത്തീരും. പാപത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് മുക്തനാകുന്നത്? ഇവിടെ ജനിക്കുന്നവരെല്ലാം പാപികളാണ്. എന്തുകൊണ്ടാണ് പാപികളാകുന്നത്? അതുകൊണ്ട് എല്ലാവരും 100% പാപികളൊന്നുമല്ല. ഇതിനെ പിടിച്ചുകൊണ്ടാണ് പലവരും മനുഷ്യർ പാപികളായി ജനിച്ചു, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പാപികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അതിന് നമ്മളെ കൊണ്ട് കുറേ ജോലി ചെയ്യിപ്പിക്കണം. എന്താണ് ജോലി ചെയ്യിപ്പിക്കണം എന്നല്ല ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ജനിപ്പിക്കുകയാണ്. പിന്നെ ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ എന്നിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുകയാണ്. ഈ ആഗ്രഹം എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടാകുമ്പോൾ തൃപ്തനല്ല. അത് കിട്ടിയാലല്ലേ തൃപ്തി വരുള്ളൂ. അപ്പോൾ അവിടെ ഒരു മാങ്ങയുണ്ട്. മാങ്ങ കിട്ടിയാലല്ലേ തൃപ്തിയാവുള്ളൂ. അല്ല ഇവിടെ ഇരുന്നിട്ട് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനെ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? തൃപ്തിയായി. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു മാങ്ങ അപ്പുറം കാണും. അതിലും നല്ല ചുവന്ന കാണും മാങ്ങ. അതിനെക്കാട്ടി വലിയ നല്ല തിളങ്ങുന്ന ഒരു മാങ്ങ കാണും. അപ്പം പിന്നെ ആർത്തി അതിലേക്കായി. അപ്പം നമ്മൾ ആർത്തി ഒരിക്കലും തീരാൻ പോകുന്നില്ല. എത്ര വലിയ പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് എത്തിയാലും അല്ലെ ലോകത്തിൻ്റെ ഭരണാധികാരി ആയാലും ആർത്തി തീരാൻ പോകുന്നില്ല. കാരണം അവന് കർമ്മമുണ്ടെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പാപി എന്ന് പറയുന്നത്. അവന് സമാധാനത്തിന് വേണ്ടിയാണ്, മനസമാധാനത്തിന്, തൃപ്തിക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇതൊരിക്കലും ഇവന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ എപ്പോഴേ കിട്ടുകയുള്ളൂ? മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം തീരും. മരിക്കുന്നത് വരെ സുഖനിദ്രയിലും ആഗ്രഹമില്ല. അതൊഴിച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചാണ് നടക്കുന്നത്. ഒരു അതൃപ്തിയുണ്ട്. ആ തൃപ്തി നേടാൻ വേണ്ടിയിട്ടാണ് ഈ പാട് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് പാപികൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ സത്യം മനസ്സിലാക്കി, ഇതെല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി, എന്നെ ജോലി ചെയ്യാനാണ് വിട്ടിരിക്കുന്നത്, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കൊടുത്തേക്കുക. അത് ഗുണമുണ്ടായാലും വേണ്ടിയില്ല, ദോഷം ഉണ്ടായാലും അതല്ല അതിൻ്റെ കാര്യമാണ്. എനിക്കതിലൊരു കാര്യമില്ല. ഏതുപോലെ നമ്മളൊരു ജോലിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ചെടി അടകടെന്ന് പറയും. ചെടി അടകടും. കുറേ കാലം കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് അവിടെ ശരിയാവില്ല, മറ്റേ എടുത്ത് ഇളക്കി എന്ന് പറഞ്ഞാൽ മറ്റേ എടുത്ത് ഇളക്കാൻ പറയും. അവന് വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് അവന് ചെയ്യണമെന്നേ ഉള്ളൂ. അവനെന്ത് ചെയ്യും? ഇളക്കി കൊടുക്കും. പിന്നെ അവിടെ കണ്ടിട്ട് പറയാനല്ല ഇത് ശരിയാവും, ഇനി ഇളക്കാം, അപ്പുറം വെക്കാം, അങ്ങനെ ഇളക്കിക്കൂടാ. അവനെന്താ കാര്യം? അവനവൻ്റെ 5 മണി കഴിഞ്ഞാലും പറയാ എനിക്കേ പറ്റില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതിന് ഫലമൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട. ആ ഒരു മനസ്ഥിതി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ സത്യം മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥ സ്നാനം. ആ ഒരു പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് കുറേ കർമ്മങ്ങളുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാനെന്ന ചിന്ത വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കെന്തില്ല? നമ്മളെ പാപം നശിച്ചു. നമ്മളെ അജ്ഞാനവും നശിക്കുന്നു, നമ്മുടെ പാപവും നശിക്കുന്നു. നമുക്ക് പ്രയാസമൊന്നുമില്ല. നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ പോകും. ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കാമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരാൾ അടികൊള്ളുന്ന ഇതുണ്ടാവും. അവരടിക്കുമ്പോൾ ഒന്ന് കൊണ്ടോണം. അതിന് വേണ്ടിയിട്ടാണ് പൈസ വാങ്ങിയിരിക്കുന്നത്. കൊണ്ടേ പറ്റും. അത് കൊള്ളും. അത്ര തന്നെ. കൊള്ളാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ അതിന് പോകരുത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അപ്പം ചെയ്തു കൊടുക്കുക. അത്ര തന്നെ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് എന്തൊക്കെ ചെയ്യും. ആ ദേഷ്യം നമ്മൾ ഉണ്ടാക്കിയാണ്. എന്നിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവനൊരു അടി കൊടുക്കണം, അല്ലെ അവനെ കൊല്ലണം. അപ്പോൾ ഒരു ദേഷ്യം വരും അവനോട്. അവനെ ശരിയാക്കുക. എന്നാൽ പിന്നെ അവനെ കൊന്നതിൻ്റെ ചേട്ടൻ ഞാനെന്ത് ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയി കൊല്ലുന്നത്. ഇതുണ്ടാക്കുന്ന ഈ ദേഷ്യക്കാരാണ്, ആ ശക്തിയാണ്. പിന്നെ ജയിലിൽ കിടമ്പോൾ ആലോചിക്കും, അയ്യോ എന്തിനാ ഞാൻ ഇതെല്ലാം ചെയ്തത്, ആ നിമിഷത്തിൽ എനിക്കെന്താ പറ്റിയെന്നല്ല അവിടെ കിടന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഒരാളോട് സ്നേഹം തോന്നും, പിന്നെ അതിൻ്റെ പിന്നാലാണ് പ്രേമവുമായി തോന്നിയാണ് പ്രേമം. അത് വലിയ കാണാൻ വലിയ നമ്മളീ പറയുന്നത് എന്ത് കണ്ടിട്ടാണ് അതിൻ്റെ പിന്നാലെ പോകുന്നതെന്നെല്ലാം ചിലപ്പം പറയുന്നത്. അങ്ങ് തോന്നിയാണ്. അത് ആർക്കാണ് തോന്നുന്നത്?
അതിന് തോന്നിയാണ്, അതിനെന്തോ ലക്ഷ്യമുണ്ട്. ഇവളുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു കുട്ടി വേണം. ആ സ്വഭാവം രണ്ടുപേരുടെയും സ്വഭാവം. കാരണം കുട്ടികൾ ഉണ്ടാക്കണ്ടെങ്കിൽ അതിൻ്റെ ജനിതഘടന ഏതിലാണുള്ളത്? അച്ഛനും അമ്മയിലാണുള്ളത്. അല്ലെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പം ഇവന്മാരെ യോജിപ്പിച്ചാലേ പറ്റും പ്രകൃതിക്ക്. കാരണം ആ ഗുണങ്ങളുള്ള അതിൽ നിന്ന് യോജിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കുട്ടീനെയാണ് വേണ്ടത്. അത്രയും കൃത്യമായിട്ടാണ് പ്രപഞ്ചത്തിൽ പോകുന്നത്. അല്ലാതെ നമ്മൾ ധരിക്കുന്നവർ നമ്മളെ ഇഷ്ടത്തിന് അങ്ങ് ഉണ്ടാകുന്നൊന്നും അല്ല. അതുകൊണ്ട് എന്ത് പറയുന്നു? 4:5 എന്ത് പറയുന്നു? ബുദ്ധി. നമുക്ക് ബുദ്ധി എന്നിട്ട് ഓരോന്ന് ചിന്തിപ്പിക്കുന്നത്. നമ്മൾ ചില കണ്ടുപിടുത്തങ്ങളെല്ലാം പറയുമ്പോൾ രോഗത്തിനെതിരായിട്ട് മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ പറയും, കണ്ട മനുഷ്യൻ്റെ കഴിവ് കണ്ട, മരുന്നിന് രോഗത്തിനെതിരായിട്ട് മരുന്ന് കണ്ടുപിടിച്ച് എന്നല്ല, ഇത് എൻ്റെ മനുഷ്യൻ്റെ കഴിവാണ്. ഈ ബുദ്ധി തന്നിരിക്കുന്ന അതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ മരുന്നുണ്ടാക്കിയിട്ട് രോഗത്തെ ചികിത്സിക്കാനാണ്. അവനിൽ ആ ചിന്ത ഉണ്ടാക്കുകയാണ്. ആപ്പിള് വീഴുമ്പോഴാണ് അവൻ്റെ തലയിൽ ഒരു ബുദ്ധി വന്ന് ആ ഭൂമി ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയിലൂടെ അത് തോന്നിയത്. ചിലവൻ ആപ്പിള് വീണാലും അത് തോന്നുന്നില്ല. അപ്പം ഇതെല്ലാം അതാണ് ബുദ്ധി തരുന്നത്. ബുദ്ധി, ജ്ഞാനം, അറിവ്, മോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഭ്രമം, ശമം, സുഖം, ദുഃഖം, ഉൽപ്പത്തി, നാശം, ഭയം, അഭയം, അഹിംസ, സമത്വം, തുഷ്ടി, തപസ്, ദാനം, യശസ്, അയശസ് എന്നീ ഭാവങ്ങളെല്ലാം ജീവൽക്കുണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വികാരങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന ശക്തിയാണ്. ഈ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേഷ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അങ്ങേരൊന്നും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഭീഷ്മരെ കൊന്നേ പറ്റും. ദുര്യോധനാദികളെ കൊള്ളണമെങ്കിൽ ഭീഷ്മരെ കൊള്ളണം. അതുകൊണ്ട് കുറേ ദുര്യോധനാദികളെ കൊണ്ട് ആദ്യം കുറേ പാടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വിദ്വേഷം ഉത്ഭവിച്ചത്. ഈ വിദ്വേഷമാണ് നാളെ എന്തായി തീരുന്നത്? ഇവരെയെല്ലാം ഇല്ലാതാക്കുന്നതിന് തീരുന്നത്. അപ്പം ഈ വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ ശക്തി വിശേഷമാണ്, അല്ലാതെ നമ്മളല്ല. എല്ലാം ഉണ്ടാക്കുന്ന അതാണെന്ന് പറഞ്ഞേക്കുകയാണ്. ഇനി അത് മാത്രമല്ല പറയുന്നത്. ഇനി ആർക്ക് നോക്കാം? പൂർവ സപ്തർഷികൾ, മുമ്പ് കാലത്തുള്ള 7 ഋഷികളിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. 7 ഋഷികൾ എന്ന് പറയുന്ന പലതരത്തിലുണ്ട്. പ്രപഞ്ച സൃഷ്ടി സമയത്ത് ചില അജ്ഞാത ശക്തികളാണ് പ്രപഞ്ചമായി മാറിയത്. അത് 7 ഋഷികളിലൂടെയാണ്. ഒരു പ്രളയം കഴിഞ്ഞിട്ടാണ് രക്ഷപ്പെടുന്ന 7 സയൻസ് വിഭാഗങ്ങൾ. സയൻസിനെ 7ആയിട്ട് തരംതിരിച്ചിട്ട് 7 ഋഷിമാരിലൂടെയാണ് വേദങ്ങൾ പുറത്തേക്ക് വരുന്നത്, അവരുടെ കുടുംബങ്ങളിലൂടെ. അപ്പം സയൻസിനെ 7ആയി തിരിച്ചിട്ട് മനുഷ്യനെ എല്ലാ ജ്ഞാനവും കിട്ടില്ലല്ലോ. അപ്പം 7ആയി തിരിച്ചിട്ട് 7 തരം സയൻസുകളാണ് പ്രളയ സമയത്ത് ആ ജ്ഞാനമുള്ള 7 ഋഷികൾ പോകുന്നതായിട്ട് കഥയിൽ പറഞ്ഞുകൊണ്ട് ആ ഋഷികൾ പ്രളയം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇവിടെ വേദങ്ങളെല്ലാം അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഒരു 7 എന്നത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജ്യോതിഷത്തിലും 7 ഗ്രഹങ്ങളാണ് പ്രധാനം. 2 ഛായാഗ്രഹങ്ങളാണ് രാഹു, കേതു. ഇപ്പം പൂർവ സപ്തർഷിമാരും 4 മനുക്കളിലൂടെയെല്ലാം വന്നത്. എൻ്റെ ഭാവത്തോടുകൂടി എന്നിൽ നിന്നുമുണ്ടായി, അവരും എൻ്റെ ഭാവത്തോടുകൂടി എന്നിൽ നിന്നുമുണ്ടായി. എൻ്റെ ഭാവത്തോടുകൂടി തന്നെ വെച്ചാൽ ഈ ഇങ്ങനെ 7 സയൻസ് ഇവരിലൂടെയാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ ആ ശക്തി തന്നെയാണ് ഇതായിട്ട് മാറിയിട്ട് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാവത്തിലൂടെയാണ് അവർ വന്നതെന്ന് പറഞ്ഞത്. അവരിൽ നിന്ന് പ്രജകളെല്ലാം ഉണ്ടായി. അങ്ങനെ അവരിലൂടെ പ്രജ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അവരും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി 7 എൻ്റെ ഈ ഐശ്വര്യത്തെയും യോഗത്തെയും ശരിയായി അറിയുന്നവൻ നിശ്ചയമായും ഏകാഗ്ര നിഷ്ഠയുള്ളവനാണ്. എൻ്റെ ഈ ഐശ്വര്യത്തെ, എൻ്റെ ഈ കഴിവിനെ, സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷത്തിൻ്റെ ആ കഴിവിനെ ആര് മനസ്സിലാക്കുന്നോ അവന് ഏകാഗ്രചിത്തനാണ്. അതായത് നമ്മൾ മനസ്സിൽ ഏകാഗ്രമായി ആലോചിച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ തത്വം മനസ്സിലാവുകയുള്ളൂ.
കാരണം ഒരു പ്ലാനില്ലാതെ ഒരു പ്രപഞ്ചം ഉണ്ടാകില്ല. എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നേടാനാണ് ആ പ്ലാൻ ഉണ്ടായിരിക്കുന്നത്. അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ബ്രഹ്മം. ആദ്യമുണ്ടായത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചാണ് ഇതെല്ലാം പോകുന്നത്. ഇത് മനസ്സിലാക്കിയവന് പിന്നെ അഹങ്കാരമൊന്നും തോന്നില്ല. അത് ഏകാഗ്രമായിട്ട് സയൻസിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാനേജ്മെൻറ്റ് വിഷയം അറിയുന്നവർക്കെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം മാനേജ്മെൻറ്റിൽ തന്നെ സിസ്റ്റം അപ്രോച്ച് എന്നുണ്ട്. എല്ലാം ഒരു സിസ്റ്റമാണ്. എല്ലാ സിസ്റ്റത്തിലും ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കുറേ ഇൻപുട്ട് ഉണ്ട്. അത് മാനേജ്മെൻറ്റ് പഠിച്ചവർക്കറിയാം. എല്ലാം സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശാസ്ത്രലോകം മനസ്സിലാക്കി. ഹൃദയം ഒരു സിസ്റ്റമാണ്, വിദ്യാഭ്യാസ സ്ഥാനം. അതുകൊണ്ട് അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറയുന്നത്. നമ്മളെന്താ ഇവിടുത്തെ സിസ്റ്റം ഒന്നും ശരിയല്ല നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. കാരണം എല്ലാം ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ തത്വം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. എട്ടാമത്തെ, ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉത്ഭവ കേന്ദ്രം. അപ്പം എന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്ന് പറയുന്ന ഈ കൃഷ്ണൻ ആരാണ്? ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറയുന്നതിലും കൃഷ്ണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അവസാന കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലുള്ള കൃഷ്ണനല്ല. ദ്വാപരയുഗത്തിലെ ആ കാലഘട്ടം, അതിന് നയിക്കുന്ന ആ കാലഘട്ടത്തെയാണ് കവി കൃഷ്ണനായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ ആ കൃഷ്ണൻ എന്നത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന എല്ലാം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് ആ കാലം. ആ പിന്നിലുള്ള കാലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ആ ബ്രഹ്മമാണ്. സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നത് അതിലാണ് പ്രവർത്തിക്കുന്നത്, ആ ബ്രഹ്മത്തിലാണ്. അതറിയുന്നവൻ ഏകാഗ്രഭാവത്തിൽ എന്നെ ഭജിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നവൻ അതിനെ ഭജിക്കും, ആ ശക്തിയെ. കാരണം അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഭജിച്ചല്ലേ പറ്റും. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കാര്യമില്ല. ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുക, അതിനായിട്ട് ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഒപ്പന എന്ത് പറയുന്നു? എന്നിൽ മനസ്സുറപ്പിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെയും എന്നിൽ ലയിപ്പിക്കുന്നവൻ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിനെ അതിലേക്ക് കേന്ദ്രീകരിക്കണം. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അത് എന്നെ ഏൽപ്പിച്ച കർമ്മമാണ്, എൻ്റേതല്ല, ഞാനത് ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം അതിൽ ലയിപ്പിച്ച് അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുന്നത്. അവസാനം എത്തുമ്പോൾ എല്ലാം അതിൽ തന്നെ ലയിച്ച് നമ്മൾ തന്നെ ഈ ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് വരിക. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ ആനന്ദം അനുഭവിക്കുന്നു. നമ്മൾ ചില കലാകാരന്മാരുള്ള നാടകത്തിൽ അഭിനയിച്ചാൽ ഞാൻ സിനിമയിൽ എഴുതിച്ചു പണ്ട് പറഞ്ഞു തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശവായിട്ട് കിടന്നതാണ്. എന്നാലും അവനൊരു അഹങ്കാരമുണ്ട്. ഞാനതിൻ്റെ അകത്തുണ്ട് ഒരഹങ്കാരവും സന്തോഷം. അഹങ്കാരമൊന്നുമല്ല, ഒരു സന്തോഷം. അത്രയൊക്കെ അഭിനയിക്കാൻ കിട്ടിയല്ലോ. അത് അഭിനയിക്കുന്ന മോശമായിട്ടാണ്. അപ്പം നല്ല മോശമൊന്നുമല്ല, എല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റിയും ചിന്തയില്ല. മനസ്സിന് നല്ല ആശ്വാസമായിരിക്കും, ആനന്ദമായിരിക്കും. അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ ഒടുവിൽ അവനെന്തായി തന്നെ തീരും? ആ ബ്രഹ്മം കണക്കെയായിട്ട് നിർഗുണമായിട്ട് തീരും. അപ്പം ശാശ്വതമായ പിന്നെ പുനർജന്മമൊന്നും ഇല്ല. അങ്ങനെ ദൃഢചിത്തരായ അവർക്ക് ഞാൻ ബുദ്ധി നൽകിയിട്ട് അവരെ എന്നിൽ ലയിപ്പിക്കുക. അപ്പോഴാണ് നമുക്ക് ബുദ്ധി വരുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് ഈ സത്യം തിരിച്ചറിയുമ്പോൾ പിന്നെ എന്താവുക? അതാണ് ജ്ഞാനമാർഗം. ചിലവർ ചിന്തകർ, ശാസ്ത്രജ്ഞർ എന്താണ് ഇതിൻ്റെ പിൻമേൽ ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടെത്തി അവസാനം എത്തുമ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തിയാണെന്ന് മനസ്സിലാക്കി അപ്പോഴേക്ക് അവൻ്റെ ബുദ്ധിയെല്ലാം തെളിഞ്ഞ് അവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ അവൻ പിന്നെ ബ്രഹ്മം തന്നെയായിട്ട് മാറും. പിന്നെ അവന് പുനർജന്മമൊന്നുമില്ല.
എൻ്റെ 11 പറയുന്നു, അവരിൽ അങ്ങനെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരിൽ അനുകമ്പ തോന്നി. എനിക്കെന്ത് തോന്നുന്നു? അനുകമ്പ തോന്നുമോ? ആ പാവം കുറേ കഷ്ടപ്പെട്ട് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, മനസ്സിലായിരിക്കുകയാണ്. ഞാൻ അവരുടെ മനസ്സിൽ, അപ്പം ഞാൻ കയറിയിട്ട് അവരുടെ മനസ്സിലിരിക്കും. എന്നിട്ട് അജ്ഞാനാന്ധകരത്തെ ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് നശിപ്പിക്കും. അപ്പം ഞാൻ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ അവൻ്റെ അജ്ഞത ഇല്ലാതാക്കിയിട്ട് ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് അവന് ജ്ഞാനം നൽകും. എന്നിട്ട് സത്യം മനസ്സിലാക്കും. അതോടെ അവൻ ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അവിടെയും ആ ശക്തി വിചാരിച്ചാലേ എന്ത് പറ്റുള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരം പറ്റുള്ളൂ. കാരണം അവന് അനുകമ്പ തോന്നിയാണ്, മതി ഇനി ഇവനെ കൊണ്ട് പാടുപെടിക്കണ്ട, വെറുതെ ഇവനെ കൊണ്ട് ഇങ്ങനെ ജലിപ്പിച്ച് മരിച്ച് കർമ്മം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അവനെ ജ്ഞാനമായിട്ട് അവൻ പോട്ടെ, അവൻ്റെ ജോലിയെല്ലാം തീർന്നു. അപ്പം അത്ര ഉയർന്ന നിലയിലെത്തുന്നവരെ അത് തന്നെ മനസ്സിലിരുന്നു കൊണ്ട് അജ്ഞാനെല്ലാം അകറ്റിയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കും. അപ്പോൾ അർജുനൻ 12 മുതൽ 18 വരെയുള്ളതിൽ ചോദിക്കുന്നത് ഇതാണ്: അങ്ങ് പരബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെയാണ് കൃഷ്ണൻ. പവിത്രനാണ്, ശാശ്വതനാണ്, ദിവ്യനാണ്, അതിദേവനാണ്, ജന്മഹീനാതെ ജനിച്ചവനല്ല, സർവ്വം എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതായ പുരുഷൻ ആണെന്ന് ദേവർഷി നാരദൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആര് വന്നിട്ട്? അസിതനും ദേവലനും വ്യാസനും മറ്റെല്ലാം അവരിലൂടെയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഋഷികളെല്ലാം വേദങ്ങളിലൂടെയെല്ലാം തന്നെയാണ് ഈ കൃഷ്ണനെ പറ്റി പരിചയപ്പെടുത്തിയത്. അത് തന്നെ അങ്ങും സ്വയം പറയുന്നു. അങ്ങ് പറയുന്നത് ഇതെല്ലാം തന്നെ അവർ പറഞ്ഞാൽ തന്നെയാണ് അങ്ങും പറയുന്നത്. അങ്ങ് പറയുന്നതും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൽ സംശയക്കുറവൊന്നുമില്ല. അങ്ങ് പറയുന്നത് ശരിയല്ല. അങ്ങയുടെ പാപത്തെ ദേവന്മാരും ദാനവന്മാരും അറിയുന്നില്ല. അങ്ങനത്തെ രൂപത്തെ ആർക്കും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയും പറയുമ്പോൾ ഇവിടെ കൃഷ്ണൻ എന്നൊരു വ്യക്തി മുമ്പിൽ വന്നിട്ട് ഈ അർജുന ഒരു കഥാപാത്രത്തോടാണ് പറയുന്നത്. 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ അർജുനൻ പറയുന്നത് അങ്ങേ ഇതേമാതിരി കാണാനൊന്നും പറ്റില്ല, അത് എനിക്കും അറിയാം. അതായത് അർജുനനും കൃഷ്ണനൊന്നും കഥാപാത്രങ്ങളാണ്. അത് 2 കഥാപാത്രങ്ങളെ വെച്ച് നമുക്ക് വേദവ്യാസം പറഞ്ഞു തരികയാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കഥാപാത്രമായിട്ട് കാണണം. എന്നിട്ടോ പുരുഷോത്തമനായ സർവത്തിൻ്റെയും സർവവും അങ്ങിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. അങ്ങനെയുള്ള അങ്ങയെ അങ്ങേക്ക് തന്നെ അറിയാൻ പറ്റും. ഈ പ്രപഞ്ചമുണ്ടായത് നിലനിൽക്കുന്നതെല്ലാം അങ്ങിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ള അങ്ങയെപ്പറ്റി പൂർണ്ണമായി അറിയേണ്ടിയിട്ട് അങ്ങേക്കല്ലേ പറ്റും. അല്ലാതെ അതിനെക്കാട്ടി മുകളിൽ പോയി ചോദിക്കാൻ ആരുമില്ല. താഴെയുള്ളവർക്ക് അങ്ങ് പറയുന്നതേ മനസ്സിലാവുള്ളൂ. അങ്ങ് പറയുന്നത് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പം അങ്ങയെപ്പറ്റി അങ്ങേക്ക് തന്നെ പറയാൻ പറ്റും. വേദവ്യാസന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ അങ്ങയുടെ ദിവ്യതകളെല്ലാം അങ്ങ് തന്നെയാണ് പറയേണ്ടത്. അത് അങ്ങ് തന്നെയാണ് പറയേണ്ടത്. കാരണം വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, അതിനുള്ള കഴിവില്ല. അങ്ങേപ്പോലും മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല, ഋഷികൾക്ക് പോലും പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു തരേണ്ടത് ആരാണ്? അങ്ങ് തന്നെയാണ്. അപ്പം അങ്ങ് തന്നെ പറഞ്ഞു തരുവാന്ന് വേദവ്യാസം പറയുമ്പോൾ, ആ കഥാപാത്രത്തിലൂടെ പറയുമ്പോൾ വേദവ്യാസന് പോലും അത് പറയാൻ പറ്റില്ല. അപ്പം കൃഷ്ണനും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ അതിന് അന്തമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യം പറഞ്ഞു തരാനും പറ്റില്ല. അപ്പം കൃഷ്ണൻ അത് പറയുന്നുണ്ട്. കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ പറയുകയാണ്. നിരന്തര ധ്യാനത്തിലൂടെ അങ്ങയെ എങ്ങനെ അറിയാമെന്ന് അങ്ങ് പറഞ്ഞു തരിക. അതുകൊണ്ട് എന്ത് പറയാണ്? ധ്യാനത്തിലൂടെ. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം വേദത്തിലൂടെ അല്ലെങ്കിൽ പുരാണ കഥകളിലൂടെ വേദവ്യാസൻ ഈ അർജുനൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ധ്യാനത്തിലൂടെയാണ് അങ്ങേ ആ ശക്തിയെ മനസ്സിലാക്കേണ്ടത്. ആ ബ്രഹ്മമാകുന്ന ശക്തി അതൊന്നും ഇടുങ്ങിയയച്ച് കൃഷ്ണനിലേക്കൊന്നും വന്നു പോകരുത്. അതിന് രൂപഭാവമൊന്നുമില്ല. അത് ധ്യാനിച്ച് നമ്മൾ തന്നെ മനസ്സിലിരുന്നിട്ട് ധ്യാനിച്ചിട്ട് മനസ്സിലാക്കണം. ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കണം.
അങ്ങനെ പറഞ്ഞു തരിക. അപ്പോൾ അത് നമ്മളെ ബുദ്ധിയിൽ തന്നെ തെളിയിച്ചു തരും. അത് തന്നെയാണ് തെളിയിച്ചു തരിക. എങ്ങനെയാണ് അങ്ങനെ ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങേനെ പറ്റി ചിന്തിക്കേണ്ടത്, ഏത് രൂപത്തിലാണ്. കാരണം രൂപവും ഭാവവും ഇല്ലാതെ എങ്ങനെ ചിന്തിക്കണം? രൂപവും ഭാവവും ഇല്ലാതെ പറ്റി എങ്ങനെ ചിന്തിക്കുക? അപ്പം ഇങ്ങനെയാണ് അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങ് തന്നെ പറഞ്ഞു തരുക എന്ന് പറയുകയാണ്. അല്ലാതെ വേദവ്യാസന് പോലും പറയാൻ പറ്റില്ല. അപ്പം അങ്ങും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അങ്ങില്ല. എന്നാലും അങ്ങ് നമ്മളെ ബുദ്ധിയിലോട്ട് തെളിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷനുണ്ട്. കാരണം കാണാനും കേൾക്കാനും ഒന്നും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ഉപകരണത്തെ കൊണ്ടും ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ഉള്ളതിനല്ലേ ഉപകരണം. ഇല്ല എന്നർത്ഥമില്ല, ഉണ്ട്. പക്ഷേ രൂപവും ഭാവവും ഇല്ല. രൂപവും ഭാവം ഇല്ല, അതിന് ഏത് ഉപകരണം പറ്റാതെ പിടിക്കുക. എനർജിയാണെങ്കിൽ മെഷർ ചെയ്യാനുള്ള ഉപകരണമുണ്ട്. എനർജിയും ഏതിൽ നിന്നുണ്ടായിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു രൂപവും ഇല്ലാത്ത ഒരു സംഗതിയിൽ നിന്നാണ്. ഇപ്പം പ്രേമം എന്നൊരു വികാരമുണ്ട്. ആ പ്രേമം എന്ന വികാരം ഏതുപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്? ആ പ്രേമമെല്ലാം ഞാനാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് എത്ര കിലോ ഉണ്ടെന്ന്, പ്രേമം എത്ര കിലോ ഉണ്ടെന്ന് തൂക്കിയെടുക്കാൻ പറ്റും ഒരാൾ? അപ്പം എങ്ങനെയാണ് അതിനെ ധ്യാനിക്കേണ്ടത്, എങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ് അർജുനൻ്റെ ചോദ്യം, നമ്മുടെയും ചോദ്യം, വേദവ്യാസൻ്റെയും ചോദ്യം. ഇനി വേദവ്യാസന് കിട്ടിയ ഉത്തരമാണ് കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി അങ്ങയുടെ യോഗത്തെയും ഐശ്വര്യത്തെയും സവിസ്തരം പറഞ്ഞു തരിക. അതുകൊണ്ട് അങ്ങയുടെ യോഗത്തെയും എന്താണ് ഐശ്വര്യം, ഈ ഐശ്വര്യമെല്ലാം സവിസ്തരം പറഞ്ഞു തരിക. അങ്ങയുടെ വാക്ക് കേട്ടിട്ട് എത്ര കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല. അപ്പോൾ 19 മുതൽ 19 കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ ദിവ്യമായ ഐശ്വര്യങ്ങൾ പ്രധാനമായത് മാത്രം പറഞ്ഞു തരാം. പ്രധാനപ്പെട്ട ചില ഐശ്വര്യം മാത്രം പറഞ്ഞു തരാം. അല്ലാതെ സവിസ്തരം അതും സവിസ്തരം പറയേണ്ടെങ്കിൽ ഇവിടെയൊന്നും നിൽക്കില്ല, അതിന് അറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് സവിസ്തരം പറയാനൊന്നും എന്നെക്കൊണ്ടും പറ്റില്ല. ഇനി കൃഷ്ണനിലൂടെ വേദവ്യാസം പറഞ്ഞു തരുന്നതായിട്ട് കണ്ടാൽ കൃഷ്ണൻ പറയുകയാണ്, 20 ഞാൻ സർവഭൂതങ്ങളുടെയും അകത്ത് പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാം ഉള്ളിൽ അതുണ്ട്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനാണ്. പ്രപഞ്ച സൃഷ്ടി എങ്ങനെ പടിപടിയായി നടപ്പണമാക്കി അവസാനമായിട്ട് ലക്ഷ്യമെത്തുന്നത് എവിടെയാണ്? സുന്ദരമായ ഒരു ലോകം. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയ പ്ലാനാണ് പരമാത്മാവ്. ആ പരമാത്മാവ് നമ്മളിലും ഉണ്ട്. നമ്മളും അതിൻ്റെ ഭാഗമായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഇപ്പം പ്രപഞ്ചം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള അതിൽ പങ്കെടുക്കുന്ന നമ്മളെ ഉള്ളിലും ആ പ്ലാൻ ഉണ്ട്. അത് തന്നെയാണ് ആ പരമാത്മാവ് നമ്മിലും ഉണ്ട്. എല്ലാ ചരാചരങ്ങളുടെയും ആദ്യവും മധ്യവും അന്ത്യവും ഞാൻ തന്നെയാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് അതിൻ്റെ തുടക്കത്തിലുള്ളതും മധ്യത്തിലുള്ളതും ലോകാവസാനത്തിലുള്ളതും എല്ലാം ഞാൻ തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് 21 മുതൽ 31 വരെ, അത് കഴിഞ്ഞിട്ടുള്ളതും ഉണ്ട്. അപ്പം 21 മുതൽ 31 വരെ ഉള്ളതിൽ പറയുന്നതെല്ലാം നമ്മൾ ധ്യാനിക്കാനുള്ള വഴിയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഈ കൃഷ്ണനെ മനസ്സിലാക്കാൻ എങ്ങനെ ചിന്തിക്കണം, അതിന് ഒരു ചെറിയ വഴിയിൽ വേദവ്യാസം പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പറയാൻ പറ്റും, അല്ലാതെ പറഞ്ഞു തരാൻ പറ്റില്ല. അതിൻ്റെ രൂപവും ഭാവവും ഇല്ലാതെ എങ്ങനെയാണ് പറഞ്ഞു തരുക? അപ്പം കൃഷ്ണനും പറയുന്നത് ഇങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചോ, ചിന്തിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചോ. എങ്ങനെ? ആദിത്യന്മാരിൽ വിഷ്ണുവും, ആദിത്യന്മാരെന്ന് പറഞ്ഞാൽ 12 സൂര്യന്മാരുണ്ട്. സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 12 രാശികളിൽ നിൽക്കുന്ന സൂര്യന്മാർ 12 തരമാണ്. മേടത്തിലുള്ള സൂര്യനല്ല, ഇടവത്തിലുള്ള സൂര്യൻ, ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചിങ്ങത്തിൽ നമ്മൾ വിഷ്ണു പറയില്ല, വിഷ്ണു മറ്റേ മഹാബലിയല്ല. ഇപ്പം ചിങ്ങത്തിലാണ് വിഷ്ണുവിനാണ്
പ്രാധാന്യം കൊടുത്തില്ല. അപ്പോൾ ഈ ആദിത്യന്മാരിൽ ഏറ്റവും മുമ്പനായിരിക്കും നല്ലതായിരിക്കുന്നത് എന്തുണ്ടോ അത് ഞാനായിട്ട് എടുക്കുക. ജ്യോതിസുകളിൽ സൂര്യൻ. അപ്പം ജ്യോതിസ് ഈ പ്രകാശം പരത്തുന്നതിൽ ഏറ്റവും വലുത് ഏതാണ്? സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് സൂര്യനെ ഞാനായിട്ട് എടുത്തോളൂ. അപ്പം സൂര്യനും ഞാൻ ഈ ഉള്ളതിൽ ഏറ്റവും നല്ലതിനെ എടുത്തോളുക. അങ്ങനെ വായുവിൽ മരീചി, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. പിന്നെ വേദങ്ങളിൽ സാമവേദമാണ്. വേദങ്ങളിൽ സാമവേദം എന്ന് പറഞ്ഞാൽ സാമവേദമാണ് ആറ്റങ്ങളെ പറ്റിയെല്ലാം പഠിക്കുന്നത്, ബ്രഹ്മത്തെ പറ്റി പഠിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഉണ്ടായ വസ്തു, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സയൻസാണ്. അതിൻ്റെ തുടക്കം ഏതിൽ നിന്നാണ്? ആറ്റങ്ങളിൽ നിന്നാണ്, ഇലക്ട്രോണിൽ നിന്നാണ്, പ്രോട്ടോണാണ്, കെമിസ്ട്രിയിൽ നിന്നാണ്. അതെല്ലാം അടങ്ങിയ പുസ്തകമാണ് സാമവേദം. അതിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി പറയേണ്ടത്. അപ്പം വേദങ്ങളിലെ സാമവേദം, ഭൂതങ്ങളിൽ പ്രാണൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂതം ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടായി ശരീരമെല്ലാം നിർമ്മിക്കുക. അതിൽ ഏറ്റവും വലുത് എന്താണ്? പ്രാണൻ തന്നെയാണ്. പ്രാണൻ പോയാൽ പിന്നെ ഇതൊന്നും പ്രാധാന്യമില്ല. അപ്പോൾ ഭൂതങ്ങളിൽ പ്രാണനാണ്. ദേവന്മാരിൽ ഇന്ദ്രനാണ്. കഥാപാത്രത്തിൽ ഏറ്റവും വലിയത് ഇന്ദ്രൻ തന്നെ. കാരണം എല്ലാ കർമ്മത്തിലും പങ്കെടുക്കുന്ന ഇന്ദ്രനാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതിൽ എല്ലാ കർമ്മത്തിൻ്റെയും കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി ഇന്ദ്രനാണ്. അതുകൊണ്ട് ദേവതകളിൽ ഇന്ദ്രനാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ്. നമ്മളുള്ള ഇന്ദ്രിയങ്ങളിലെല്ലാം മനസ്സാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും പ്രധാനപ്പെട്ടതിനെ ആരായിട്ട് എടുക്കണം? കൃഷ്ണനായിട്ട് എടുക്കണം. പിന്നെയോ രുദ്രന്മാര് ശങ്കരനും, രാക്ഷസന്മാരിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും, പിന്നെ പർവ്വതങ്ങളിൽ മഹാമേരുവും. മഹാബലു നമ്മൾ കണ്ടല്ലോ, 7 ലോകങ്ങളുള്ളതിൽ നടുവിലുള്ള ആ സമയം, അതിലാണ് മഹാമേരു പർവ്വതമുള്ളത്. പിന്നെ സൈന്യത്തലവന്മാരിൽ സുബ്രഹ്മണ്യം. ഇതെല്ലാം കഥയിലോട്ട് വരുന്നതാണ്. സരസ്സുകളിലെ സമുദ്രം, മഹർഷിമാരിലെ ഭൃഗു മഹർഷി, വാക്കുകളിലെ ഓംകാരം, യജ്ഞത്തിലെ ജപയജ്ഞം, സ്ഥാവര വസ്തുക്കളിലെ ഏറ്റവും വലിയ വസ്തു എന്താണ്? ഹിമാലയം. വൃക്ഷങ്ങളിലെ അശ്വത്ഥവും, അശ്വങ്ങളിലും ഉച്ചസ്രവസ്. പിന്നെ ദേവർഷിമാരിലെ നാരദൻ, ഗന്ധർവന്മാരിൽ ചിത്രരഥൻ, സിദ്ധന്മാരിൽ കപിലൻ, രത്നങ്ങളിലെ വസ്തുക്കളിൽ വജ്രം, പശുവിൽ കാമധേനു, മാനവരിൽ മനുഷ്യരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ രാജാവിനെയായിട്ട് എടുക്കാം. അപ്പം രാജാവാണ് കൃഷ്ണൻ. അതായത് അത് എല്ലാം കൃഷ്ണനാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ കക്ഷീനെ നിങ്ങൾ കൃഷ്ണനായിട്ട് എടുത്ത് അതിൻ്റെ പ്രാധാന്യം പിന്നീട് അവസാനം പറയും. പശുക്കളിൽ കാമധേനു, പ്രജോത്പാദകരിൽ മന്മഥനാണല്ലോ കുട്ടികളെല്ലാം പ്രേമിപ്പിച്ചിട്ട്. വിഷപ്പാമ്പുകളിൽ വാസുകി, വിഷമില്ലാത്ത പാമ്പിലാണെന്ന് അനന്തൻ. പിന്നെ ജലജന്തുക്കളിൽ വരുണൻ. വരുണൻ എന്ന് പറഞ്ഞാൽ ജലം എന്ന് പറയുമ്പോൾ അതിലുള്ള ശക്തി എന്ന് പറയുന്നത് ഓർബിറ്റ് ഒരു ജലമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ നിലയിൽ ആറ്റത്തിലുള്ളതില്ല. നിയമാധികാരികൾ, നിയമങ്ങളെല്ലാം നടപ്പാക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? യമനാണ്. ദൈത്യന്മാരിൽ പ്രഹ്ലാദൻ. കണക്കെടുക്കുന്നവരാണെങ്കിൽ കാലമാണ് എല്ലാത്തിനും ഈ കണക്കെടുക്കുന്നത്. പക്ഷികളിൽ ഗരുഡൻ, മൃഗങ്ങളിൽ സിംഹം, ശുദ്ധീകരിക്കുന്നതിൽ വായു, ആയുധധാരികളിൽ രാമൻ, മത്സ്യത്തിൽ മകരം, നദികളിൽ ഗംഗ. ഇനി 32 മുതൽ സൃഷ്ടി വർഗങ്ങളിൽ ഉൽപ്പത്തി,
സൃഷ്ടി ലയങ്ങൾ, അതായത് സൃഷ്ടി സംഹാരം എല്ലാം, സ്ഥിതി സംഹാരം എല്ലാം ഞാനാണ്. വിദ്യകളിൽ ആധ്യാത്മ വിദ്യ, അതായത് ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം. പരസ്പര സംവാദത്തിൽ ആരെങ്കിലുമായിട്ട് തർക്കിക്കുന്നുണ്ടെങ്കിൽ വാദം, അതായത് ശരിയായ നിലയിലുള്ള തർക്കം, അത് ഞാനാണ്. എവിടെയെങ്കിലും ഒരു തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ശരിയായ അർത്ഥം വെച്ചിട്ടുള്ള, ഉദ്ദേശം വെച്ചിട്ടുള്ള തർക്കങ്ങൾ, അത് ഞാനാണ്. സ്വരാക്ഷരങ്ങളിൽ ആകാരവും ക്ഷയിക്കാത്തതിലെ കാലവും, കാലത്തിന് ക്ഷയമില്ലല്ലോ. എല്ലാ കർമ്മഫലവും തരുന്നതിൽ ബ്രഹ്മാവും, സർവത്തെയും നശിപ്പിക്കുക മൃത്യുവും, എല്ലാത്തിനെയും ഏറ്റവും വലിയ നാശം ഏതാണ്? മൃത്യു തന്നെ. പിന്നെ സരസ്വതി, സ്മൃതി, ബുദ്ധി, വൈര്യം, ഇവയും. സാമവേദങ്ങളിൽ ഏതാണ് ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൃഹത് സാമവും, ഛന്ദസ്സിൽ ഗായത്രിയും, മാസങ്ങളിൽ മാർഗം ശീർഷവും, ഋതുക്കളിൽ വസന്തവും. വഞ്ചനകളിൽ ഏറ്റവും വലിയ വഞ്ചന ഏതാണെന്ന് വെച്ചാൽ ചൂതുകളിയാണ്. അതും ഞാൻ തന്നെയാണ്. അപ്പം നല്ല മാത്രമൊന്നുമില്ല, ഏത് മോശ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഏത് നല്ലുള്ള പലതായിട്ട് തിരിച്ചിട്ട് അതിൽ ശ്രേഷ്ഠമായത് ഏറ്റവും വലുത് ഏതാണോ അതിൽ എന്നെ എടുത്തോളാം. അങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കണം. ജയിക്കുന്നവരിൽ ജയം. ഒരു കാര്യം ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ആരാ ജയിക്കുന്ന ആ ജയം ഞാൻ തന്നെയാണ്. അങ്ങനെ 3 ഗുണങ്ങളിൽ സത്വഗുണം, പാണ്ഡവരിൽ അർജുനൻ, മുനിമാരിൽ വ്യാസൻ, പിന്നെയോ ശിക്ഷകളിൽ ദണ്ഡം, രഹസ്യങ്ങളിൽ മൗനമാണ്. ഒരു രഹസ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വയ്ക്കുക, പുറത്ത് വരാൻ പോയി. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലത് എന്താണ്? മൗനമാണ്. വായു തുറക്കാതിരിക്കുക. അല്ല, പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കരുത്. ഒപ്പിക്കാൻ ശ്രമിച്ചാൽ ആകെ കുളമാവും. അതുകൊണ്ട് വായു കൂട്ടിയിരിക്കുന്നതാണ് നല്ലത്. പണ്ഡിതരിൽ ജ്ഞാനം, സർവ്വലോകങ്ങളുടെയും ഉൽപ്പത്തിയുടെ കാരണം എടുക്കുക. ഏതെങ്കിലും കാരണം എടുക്കുകയാണെങ്കിൽ അത് ഞാൻ തന്നെയാണ്. ഇത്രയും 38 വരെ പറയുന്നു. അതായത് പക്ഷികളും മൃഗങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഓരോ ഗണമാണല്ലോ, പലതിൻ്റെ കൂട്ടങ്ങളാണല്ലോ. അതിൽ ഏറ്റവും നല്ലതിനെ എടുത്തോ. മനുഷ്യരിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മനുഷ്യനാരാണോ ആകട്ടെ. അപ്പം ഈ കാലഘട്ടം അത്തരത്തിൽ വേണം കൃഷ്ണനെ മനസ്സിലാക്കാൻ. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കൊളോണിയലിസത്തിനെതിരായി, വിദേശാധിപത്യത്തിനെതിരായി സമരം ചെയ്ത രാമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജി തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയെ കൃഷ്ണനായിട്ട് കാണണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരായി ലോകത്തിൻ്റെ വരുമ്പോൾ വേറെ വരും. ഇന്ത്യയിലെടുക്കുമ്പോൾ ആരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ വ്യക്തി? ഗാന്ധിജി ആയതുകൊണ്ട് കൊളോണിയലിസത്തിനെതിരായ, വിദേശാധിപത്യത്തിനെതിരായി വിദേശികൾ ഇവിടുത്തെ വന്ന സൗഭാഗ്യം, സീതയെ അടിച്ചു കൊണ്ടുപോയി. സൗഭാഗ്യമാണ് പ്രകൃതി, പുരുഷനും പ്രകൃതിയും. പ്രകൃതി എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം. ഇവിടുത്തെ പ്രകൃതിയിലെ സൗഭാഗ്യങ്ങളെല്ലാം അടിച്ചു കൊണ്ടുപോയി. അത് തന്നെയാണ് സീത. പുരുഷൻ രാമനും കാലം, അതിൻ്റെ പിന്നിലുള്ള ആ കാലഘട്ടം, ഇതിൻ്റെ പിന്നിലുള്ള ശക്തി രാമനാണ്. സൗഭാഗ്യം പ്രകൃതിയാണ്. ആ പ്രകൃതി വിഭാഗങ്ങളാണ് അടിച്ചു കൊണ്ടുപോയത് വിദേശികൾ. അതിനെതിരായിട്ടാണ് രാമൻ വന്ന് യുദ്ധം ചെയ്തത്. അപ്പോൾ ഇന്ത്യയെ രക്ഷിച്ചതിൻ്റെ പിന്നിലുള്ള ആ ശക്തി ആരെ രാമനായി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയെ കാണണം. അതുപോലെ ഇന്നത്തെ ലോകമഹായുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനാണ്
അർജുനനാണ് എന്നെല്ലാം പറയുന്നത് പോലെ ഇന്നുള്ള ലോകമഹായുദ്ധത്തിൽ നമ്മളൊരു ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം, അത് തന്നെയാണ് മഹാഭാരത യുദ്ധം. അതിൽ കൃഷ്ണനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കക്ഷി പുട്ടിൻ തന്നെയാണ്. പുട്ടിനിലൂടെയാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. കാരണം എല്ലാ ലോകത്തിലെ ഭൂരിപക്ഷം പേരും നാറ്റോ രാഷ്ട്രങ്ങൾ, ലോകത്തെ ഭരിക്കുന്ന പോലീസാണെന്ന് പറയുന്ന നാറ്റോ രാഷ്ട്രങ്ങൾ, അത് തന്നെ 19 വരെയുണ്ട്. അവരെല്ലാം ഒത്തുകൂടി UN പോയിട്ട് UN എത്ര പേരെ ഉണ്ടായിരുന്നത്? കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി 99% അപ്പുറം തന്നെ. വോട്ടിംഗ് എല്ലാം ചെയ്ത് അതിൻ്റെ അത് വന്നു കണ്ടില്ല, പുട്ടിൻ്റെ അടുത്ത് റഷ്യൻ്റെ അടുത്തിട്ട് UN ഒന്ന് കളയണം, അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ബ്രിക്സ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യുക്രൈനിൽ എവിടെ എത്തിയെന്നെല്ലാം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളുടെയെല്ലാം തലവൻ നാറ്റോ എന്ന് പറയുന്ന നാറ്റോ മാത്രമല്ല, അതിൻ്റെ പിന്നിലെല്ലാം കൂടിയിട്ടുണ്ട്. അവർക്കെതിരായിട്ട് ഒരൊറ്റ വ്യക്തി അവിടെ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് പുട്ടിനാണ്. ആ പുട്ടിനിലൂടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്, അത് തന്നെയാണ് മഹാഭാരത കഥാരൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പുട്ടിലാണ് ഞാൻ ആ കൃഷ്ണനെ കാണുന്നത്. പുട്ടിനിലൂടെയാണ് കൃഷ്ണൻ. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഒരൊറ്റ വ്യക്തി റഷ്യയായിട്ട് എടുക്കുന്നില്ല, ആരും അതിന് തയ്യാറില്ല. വെറും ഒരു വ്യക്തിയായിട്ട് എടുത്തിരിക്കുന്നത് പുട്ടിൻ. അപാരമായ കഴിവാണ്. ആ കഴിവൊന്നും പുട്ടിൻ എന്ന ഒരു സാധാരണ മനുഷ്യനിലൂടെ വരേണ്ടതല്ല. അതിൻ്റെ മുന്നിൽ കാലമാകുന്ന ആ ശക്തി, കൃഷ്ണൻ, ബ്രഹ്മം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എന്നാണ് വിചാരിക്കുന്നത്. അല്ല, മറുവശത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ. ബൈഡനാണോ കൃഷ്ണനായിട്ട് എടുക്കേണ്ടത്? എടുത്തോളൂ. അല്ല, ട്രംപിനെ കൃഷ്ണനായിട്ട് എടുക്കണം? എടുത്തോളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് പുട്ടിനാണ് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് നിൽക്കുന്നത്. ആ ശക്തി, അതിനെ കൃഷ്ണനായിട്ട് കാണുക എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം മൂന്നാം ലോകമഹായുദ്ധത്തിലെ കൃഷ്ണൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പുട്ടിൻ എന്ന് പറയും. വേറെ ആർക്ക് വേണ്ടിയിട്ട് ട്രംപ് എന്നോ ബൈഡൻ എന്നോ എല്ലാം പറയാം. അതെല്ലാം അവരവരുടെ ബുദ്ധിയോട് അനലൈസ് പോയിക്കൊള്ളും. അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടല്ല എടുക്കേണ്ടത്. പക്ഷെ കാലത്തെ നയിക്കുന്നത് ഞാൻ ഇതായിട്ടാണ് കാണുന്നത്. അപ്പം അത്തരത്തിൽ വേണം കൃഷ്ണനെ കാണാൻ. അല്ലാതെ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ. ബ്രഹ്മം തന്നെയാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം ഒന്നിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ധീരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അത്തരം വ്യക്തികളിലൂടെ നീ കൃഷ്ണനെ കാണുക. അതും ജനിച്ചവനല്ല. ആ പുട്ടിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. കാലത്തെ മാറ്റി, അത് എൻ്റെ വീക്ഷണത്തിലാണ്. മറ്റേ തരത്തിൽ നിങ്ങൾ മാറ്റി പറഞ്ഞോളണം. ബൈഡനിലൂടെ ലോകത്തെ മാറ്റിയെടുക്കാൻ പോകുന്ന ഒരു ശക്തി, അങ്ങനെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അതല്ല അവരവരുടെ മനസ്സിൽ. ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്. കാലത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് പുട്ടിൻ. പുട്ടിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം പ്രേരക ശക്തിയാണ്. പുട്ടിനെ വേണ്ടിയിട്ട് കഥാപാത്രത്തിൽ അർജുനായി എടുക്കുകയോ എന്തോ ചെയ്യാം. പക്ഷേ അർജുനൻ യുദ്ധത്തിൽ ബുദ്ധിയിലല്ല, അർജുനൻ ധീരനാണ്. ഉപദേശം കൊടുക്കുന്നത് കൃഷ്ണനാണ്. അപ്പോൾ ഇവിടെ ബുദ്ധിപരമായിട്ടും എല്ലാം യുദ്ധം മാത്രമല്ല, ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങൾ വിലയുന്നതിലെല്ലാം വരുന്നത് കൊണ്ട് ഞാൻ ആ കൃഷ്ണനെ എവിടെ കാണുകയാണ്? കൃഷ്ണനെ കാണാൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അർജുനനെ കാണാനല്ല. പുട്ടിനില് കൃഷ്ണനെ കാണുക ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൽ. അല്ല, ബൈഡനെ വേണ്ടി ഞാൻ പിന്നെയും കൂടി പറയുന്നു. ബൈഡനെ വേണ്ടവർക്ക് ബൈഡനെ എടുക്കാം, സെലൻസ്കിനെ വേണ്ടവർക്ക് സെലൻസ്കിനെ എടുക്കാം, എന്തോ എടുക്കാം. എന്നിട്ട്
എന്നിട്ട് 39 പറയുന്നു, സർവ ജീവജാഭൂതങ്ങളുടെയും ഉൽപ്പത്തി കാരണം ഞാനാണ്. എന്ത് മാറ്റം വരുത്തുന്നതിൻ്റെയും കാരണം പിന്നിലുള്ളത് ഞാനാണ്. ചര അചരങ്ങൾ എന്നെ കൂടാതെ നിലനിൽക്കില്ല. ഈ ലോകത്തിലുള്ള ഒന്നും എന്നെ കൂടാതെ നിലനിൽക്കില്ല. അപ്പം എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാത്തിൻ്റെ പിന്നിലുള്ളത് ഞാൻ തന്നെയാണ്. 40 പറയുന്നു, എൻ്റെ ദിവ്യ ഐശ്വര്യങ്ങൾ ചുരുക്കി പറഞ്ഞതാണ്. ഇങ്ങനെയും ചുരുക്കി പറയാൻ പറ്റില്ല, അല്ലാതെ വേറെ തരത്തിലൊന്നും എന്നെ വിവരിച്ച് തരാൻ പറ്റില്ല. എന്നെന്ന് പറഞ്ഞാൽ രൂപവും പാപവും ഇല്ലാതെ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇത് അർജുനനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിച്ചോളൂ. നമ്മളോട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾ കൃഷ്ണനെ കാണണം. നല്ലതാണെങ്കിൽ, അല്ലാതെ മോശമാണെങ്കിൽ കൃഷ്ണൻ കണ്ടു, അതും കൃഷ്ണൻ തന്നെയാണ്. എല്ലാത്തിനും ദ്വയമുണ്ടല്ലോ. നല്ലതുണ്ടെങ്കിൽ അതിൻ്റെ, അപ്പോൾ നെഗറ്റീവ് ഉള്ളതുണ്ടെങ്കിൽ ഇവിടെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം മറുവശത്തുള്ളതും ചൂതുകളിയാണ്. കളികളിൽ ഏറ്റവും ആളെ പറ്റിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള കളികളിൽ ഏറ്റവും വലുത് ചൂതുകളിയാണ്. അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ദ്വയമുണ്ടല്ലോ, രണ്ട് സ്വഭാവമുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ ചുരുക്കി പറയുകയാണ്. ശരിക്കും പറയാന്ന് വെച്ചാൽ അതിന് അവസാനമൊന്നും ഇല്ല. ഇതിൻ്റെ 41 പറയുന്നു, ഐശ്വര്യത്തോടും തേജസ്സോടും കരുത്തോടും കൂടി എന്തൊന്നുണ്ടാകുന്നു അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരംശം മാത്രമാണ്. ഐശ്വര്യത്തോടും തേജസ്സോടും കരുത്തോടും കൂടി വല്ലതും ഉണ്ടെങ്കിൽ, ആരെങ്കിലും കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി ഞാൻ തന്നെയാണ്. അതിൻ്റെ ഒരു അംശം മാത്രമാണ്. പക്ഷെ അത് തന്നെ ഈ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം കൃഷ്ണനെ കുട്ടിൽ കൃഷ്ണനെ കാണുമെന്ന് പറയുമ്പോഴും പൂർണ്ണമായിട്ടൊന്നും എടുത്തേക്കരുത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയുടെ ഒരംശം മാത്രമാണ്. ആ തേജസ്, ആ ശൗര്യം, ആ പരാക്രമം. ഇത് 42 എന്ത് പറയുന്നു? അങ്ങനെ വിസ്തരിച്ചറിയുന്നത് കൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ വിസ്തരിച്ചറിഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഇതിൽ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അറിഞ്ഞാൽ മതി. എന്നിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഞാൻ താങ്ങുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ താങ്ങി നിർത്തുകയാണ്. എന്തിനെ കൊണ്ട്? എൻ്റെ ഒരു അംശം കൊണ്ടാണ്. അപ്പം അവിടെ തന്നെ ഒന്ന് ചിന്തിച്ചോളണം. ഇതൊന്നും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ആരിലൂടെ എന്ത് വലിയ കഴിവ് പ്രകടിപ്പിച്ചതായിട്ട് കണ്ടാലും അങ്ങേരെ കൃഷ്ണനായിട്ട് എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും അത് ഈ ബ്രഹ്മമാകുന്ന, അത് കൃഷ്ണൻ തന്നെയാണ്. ഈ ബ്രഹ്മമാകുന്ന ആ ശക്തി ബ്രഹ്മത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തിൻ്റെ ബ്രഹ്മം തന്നെ എത്രയോ വലുതാണ്. 7 ലോകങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുണ്ടായത് തന്നെ ആ ഒരു ബ്രഹ്മത്തിൻ്റെ ഒരംശത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരംശത്തിലാണ് ഇവിടെയുള്ള നമ്മുടെ അർജുനനെല്ലാം വരുന്നത്. അതിൻ്റെ അപ്പം എത്ര ചെറുതായിരിക്കും? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിന്നിലുള്ള ശക്തി അതാണ്. ഈ പ്രപഞ്ചം തന്നെ ആ ബ്രഹ്മത്തിൻ്റെ ആദ്യം ഏതിനെ പറ്റിയാണോ ചോദിച്ചത് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു ശക്തി വിശേഷത്തിൻ്റെ ഒരംശത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. ആ പ്രപഞ്ചത്തിൽ നിന്നാണ് ഇവിടെ എല്ലാ വേദവ്യാസനടക്കം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വേദവ്യാസൻ എന്നെല്ലാം പറയുമ്പോഴുള്ള വേദവ്യാസനിലുള്ള കഴിവെല്ലാം ബ്രഹ്മത്തിൻ്റെ ഒരംശമേ ആകുന്നുള്ളൂ. ആ ബ്രഹ്മമാണ് കൃഷ്ണൻ. അത് ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല, അതിന് രൂപവും ഭാവമൊന്നുമില്ല. പക്ഷേ ഈ കാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗമാണ്. ദ്വാപരത്തിൻ്റെ അവസാനം വരുന്ന കലിയുഗത്തിൽ വരുന്ന സുന്ദരമായ ലോകമാണ്. അതിലേക്ക് നയിക്കുന്ന അതിൻ്റെ അംശത്തെയാണ് കൃഷ്ണനായിട്ട് വേദവ്യാസൻ ആ കാലം പല കാലം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ കാലത്തെ പൂർണ്ണാവതാരം എന്ന രൂപത്തിൽ, കഥരൂപത്തിൽ, കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ വേദവ്യാസൻ അവതരിപ്പിച്ചു. അത് ജനിച്ചവനല്ല,
ജനിക്കുന്നുമില്ല. പ്രപഞ്ചമാകുന്ന ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷമാണ്.